ലോകത്തെ മുഴുവൻ കായികാസ്വാദനത്തിന്റെ ആവേശത്തിലേക്ക് നയിച്ചുകൊണ്ട് പാരീസ് ഒളിമ്പിക്സ് ജയപരാജയങ്ങളും വിസ്മയ കാഴ്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുൻപും ഉദ്ഘാടന വേദിയിലും ഇതാ ഇപ്പോഴും വിവാദങ്ങൾക്ക് ഈ ഒളിമ്പിക്സിൽ തെല്ലും കുറവൊന്നുമില്ല. വിവാദങ്ങൾക്കിടയിലും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര നേട്ടം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം. നിരാശയുടെ, ഭാഗ്യമില്ലായ്മയുടെ ഭൂതകാലത്തെ കൂടി തകർത്ത് ഒളിമ്പിക് ഷൂട്ടിംഗ് റേഞ്ചിൽ വെങ്കലം വെടിവെച്ചിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാന താരം മനു ഭാക്കർ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു വെങ്കല നേട്ടത്തിലെത്തുമ്പോൾ ഷൂട്ടിംഗ് ഒളിമ്പിക്സ് ചരിത്രത്തിൽ മെഡൽ നേട്ടം ആഘോഷിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന ചരിത്രത്തിലേക്ക് കൂടി കടക്കുകയാണ് മനു ഭാക്കർ. തുടക്കം മുതലേ മെഡൽ ഉറപ്പിച്ച രീതിയിലാണ് മനു മുന്നേറിയത്. ഫൈനലിൽ തുടക്കം മുതൽ മെഡൽ പൊസിഷനിൽ നിന്നും മാറാതെ മുന്നേറിയ മനു ആദ്യ 14 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ 3-ാം സ്ഥാനത്തെത്തിയിരുന്നു. പിന്നീട് കടുത്ത പോരാട്ടത്തെ മറികടന്ന് 221.7 പോയിന്റ് നേടി മെഡൽ ഉറപ്പിക്കുകയായിരുന്നു. നിർഭാഗ്യങ്ങളെ കൂടിയാണ് ഈ 22-കാരി പാരീസിൽ വെടിവെച്ചിട്ടത്. ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൾ തകരാറിനെ തുടർന്ന് കണ്ണീരോട് മടങ്ങേണ്ടി വന്ന മനുവിന്റെ പാരീസിലെ വെങ്കലത്തിന് സ്വർണ്ണ നേട്ടത്തെക്കാൾ തിളക്കമുള്ളതായി തോന്നുന്നുണ്ട്. വിജയങ്ങളിൽ അമിതാഹ്ലാദങ്ങളില്ലാതെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മനു ടോക്കിയോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോഴേ പാരീസിൽ ഒരു മെഡൽ അത് മനസ്സിൽ കുറിച്ചിരുന്നു. അന്ന് താനാകെ തകർന്നു പോയെന്നും ആ വേദനയിൽ നിന്ന് തിരിച്ചു കയറാൻ കുറെ സമയമെടുത്തെന്നും മനു പിന്നീട് പറയുകയും ചെയ്തു. ഇന്ന് മെഡൽ നേടിയതിനു ശേഷം മനു ഭാക്കർ പറഞ്ഞത് അടുത്ത തവണ സുവർണ്ണ നേട്ടത്തിലെത്താൻ പ്രയത്നിക്കുമെന്നാണ്. ആത്മവിശ്വാസം നിറഞ്ഞു നിന്ന വാക്കുകൾ. വിട്ടുകൊടുക്കാതെ പൊരുതുകയെന്ന മനുവിന്റെ നിശ്ചയദാർഢ്യത്തിനു കൂടി ഈ നിമിഷം നമ്മൾ കൈയടിക്കണം. ഹരിയാന ജജ്ജർ ജില്ലയിൽ ഷൂട്ടിംഗ് അല്ലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കായികനം. ഗുസ്തിയും ബോക്സിംഗും ആഘോഷമാക്കിയിരുന്ന ജജ്ജറിൽ നിന്നുള്ള മനു ഷൂട്ടിംഗ് സുവർണ്ണ നേട്ടങ്ങൾ കൊണ്ട് ആഘോഷങ്ങൾ അവിടെ സൃഷ്ടിച്ചു. നല്ല ചെറുപ്പത്തിലെ കായിക മേഖലയിലേക്ക് എത്തിയ മനു ഭാക്കറിന്റെ തുടക്കവും ബോക്സിംഗിലൂടെ തന്നെയായിരുന്നു. ടെന്നീസും മനു കൂടെ കൂട്ടി. പക്ഷെ ആദ്യ വിജയങ്ങൾ സമ്മാനിച്ചത് ലാങ്ലോങ് എന്ന മണിപ്പൂർ കായിക ഇനമായിരുന്നു. ദേശീയ തലത്തിൽ വരെ നേട്ടമുണ്ടാക്കാൻ മനുവിനായെങ്കിലും പിന്നീട് തന്റെ 14-ാമത്തെ വയസ്സിൽ ഷൂട്ടിങ്ങിലേക്ക് തിരിയുകയായിരുന്നു. അതും ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്രയുടെ സുവർണ്ണ നേട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്. ആദ്യ പിസ്റ്റൾ സമ്മാനിക്കുമ്പോൾ അച്ഛൻ മനുവിന് നൽകിയ ഉപദേശം നീ ഒരു ഒളിമ്പ്യൻ ആകണമെന്നായിരുന്നു. ഇന്ന് അച്ഛന്റെ സ്വപ്നത്തെ ഒരു പടി കൂടി വളർത്തി ഒളിമ്പ്യൻ മനു ഭാക്കർ ആദ്യ ഒളിമ്പിക്സ് മെഡൽ കഴുത്തിലണിയുകയും ചെയ്തു. അത് ഷൂട്ടിംഗ് റേഞ്ചിൽ തിളങ്ങാൻ സ്വപ്നം കാണുന്ന വനിതാ താരങ്ങൾക്ക് അല്ല, എല്ലാ താരങ്ങൾക്കും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന പ്രചോദനമാവുകയും ചെയ്തു. മനുവിന് മുൻപ് 4 പുരുഷ താരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിംഗ് റേഞ്ചിൽ മെഡൽ നേട്ടത്തിലെത്തിയത്. 2004 ഏതൻസിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സ്വർണ്ണ നേട്ടം നേടി അഭിനവ് ബിന്ദ്രയും 2012 വിജയകുമാറും ഗഗൻ നരംഗും നേടിയ ഈ മെഡൽ നേട്ടം ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം മനു ഭാക്കറും സ്വന്തമാക്കി. ലോകകപ്പിൽ 9ഉം യൂത്ത് ഒളിമ്പിക്സിൽ 1 സ്വർണവും നേടിയിട്ടുള്ള മനു എളുപ്പത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിലെത്തുമെന്നാണ് കരുതപ്പെട്ടത്. തന്റെ 18-ാം വയസ്സിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ അത് സംഭവിച്ചേനെ. പക്ഷെ പിസ്റ്റൾ തകരാറിലാവുകയും ആ ഒളിമ്പിക്സ് മെഡൽ നേട്ടം സംഭവിക്കാതെ പോവുകയും ചെയ്തു. രാജ്യം 2020 അർജുന അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ള മനുവിന്റെ സ്വപ്ന നേട്ടം തന്നെയാണ് ഈ വെങ്കല നേട്ടം. മനുവിന്റെ മെഡൽ നേട്ടം ഇന്ത്യയുടെ ഈ ഒളിമ്പിക്സിലെ മെഡൽ നേട്ടങ്ങൾ ഇരട്ട അക്കത്തിലേക്ക് കടക്കുന്നതിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കായിക പ്രേമികൾ. മെഡലാഘോഷങ്ങൾ വല്ലപ്പോഴുമാകുന്ന ഇന്ത്യൻ ശീലത്തിന് മാറ്റമുണ്ടാകാൻ ഇത്തവണത്തെ ഒളിമ്പിക്സിന് കഴിയുമോ എന്നുറപ്പില്ലെങ്കിലും പക്ഷെ 2ാം ദിനത്തിലെ ഈ മെഡൽ നേട്ടം നൽകുന്നത് ശുഭസൂചന തന്നെയാണ്. അല്ലെങ്കിലും ഒരിക്കൽ വീണെടുത്തു നിന്ന് തിരിച്ചു കയറുന്നത് തന്നെയാണ് ഏറ്റവും പവർഫുള്ളായ കാര്യം. അത്ലറ്റിക്സ് കരിയർ പോലെ തന്നെ തിളക്കമുള്ളതാണ് മനുവിന്റെ അക്കാദമിക് കരിയറും. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ഹോണേഴ്സ് ഡിഗ്രി സ്വന്തമാക്കിയിട്ടുള്ള മനു നിലവിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡിഗ്രി ചെയ്യുകയുമാണ്. വിജയം മനുവിന് തുടർക്കഥയാകട്ടെ. ഒരുപാട് പേർ ആ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ.